സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബാഡാണ് ആക്ച്വലി. ഞാൻ ഇറങ്ങി കുറേ DMs എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ അത്രയും DMs എനിക്ക് വരുന്നുണ്ട്. പുതിയ ഗ്യാങ് തുടങ്ങുക, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട്, ചേഞ്ച് ആക്കുക, അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ആയിട്ട് ഭയങ്കര ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ MRC ചെയ്തിട്ട് എത്തിച്ചൊരു ഗ്യാങ്ങാണ് ആക്ച്വലി. അത് നമുക്ക് അത്രയും സൗണ്ട് ഓക്കെ അല്ലേ? ഹലോ ചെക്ക്. ലോ സൗണ്ട് പറയുന്നത് എന്താ? ഹലോ ഹലോ ഹലോ. പോയാ നെറ്റ്? ഇത് പോയാ? ലൈവ് പോയാ? എന്താ വാച്ച് മറ്റടിക്ക് പോയാ? അപ്പോൾ ഇല്ല, ഇതിൽ വ്യൂസിൻ്റെ മാറ്റം വന്നല്ലോ. ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഏത് സെൻസിലെടുക്കും അല്ലെങ്കിൽ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുറച്ച് നിങ്ങളിത് ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം. എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം നിന്നാൽ മതി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. കാരണം എനിക്കറിയാം, ബിയോണ്ട് മീ, മോർ ദാൻ മീ, MRC എന്നുള്ള ആ ഒരു ടാഗ് അല്ലെങ്കിൽ MRCനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറേ പേര് എൻ്റെ ലൈവ് കാണാൻ വരുന്നവരുണ്ടായിരുന്നു, എനിക്കറിയാം. ഇനി ഇവിടുന്ന് എനിക്കത് അങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പേഴ്സണലി കഴിയൂല. അപ്പോൾ ഞാനിത് ഓൾറെഡി ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്തും സംസാരിച്ചതാണ്. റാംബോ ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചതാണ് ഞാൻ. എനിക്ക് കാരണം എന്താ വെച്ചാൽ മെയിൻ തിങ്, വീട്ടിൽ നിന്ന് എനിക്ക് അത്രയും പ്രഷറുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ റെഗുലറായിട്ട് എൻ്റെ ലൈവ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അത്യാവശ്യം ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. അത്യാവശ്യം പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അത്യാവശ്യം ഒരു എനിക്ക് ഫാമിലി പ്രയോറിറ്റിയാണ്, ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അപ്പം ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്ന ഓൺഗോയിങ് കറണ്ട് സിറ്റുവേഷനിൽ അതിൽ പ്രത്യേകിച്ച് എനിക്ക് നോ കമൻറ്റ്സ്. അതിൽ ഞാൻ ഇടപെടാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കാര്യങ്ങൾ സംസാരിക്കാനോ എനിക്കൊന്നുമില്ല. സ്പാം ചെയ്യല്ല ഗൈസ്. ഞാൻ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. നിങ്ങൾ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ പറയാനുള്ളത് ഞാൻ വിട്ടുപോകും, മനസ്സിലായോ? ഇത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ റാംബോൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഇതിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും പ്രഷർ വരുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് മാത്രമല്ല ഗൈസ്, നമുക്ക് മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഫാമിലി ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് എനിക്ക് ഇനി ഇതിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഇതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു ആവശ്യത്തിന് മാത്രം വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ട്രീമാണ്. ഞാൻ അതിന് മാത്രം, എനിക്കത്ര ഇതിൻ്റെ പർപ്പസ് ഉള്ളൂ. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പലരും പറയണത് എനിക്ക് എൻ്റെ മോഡ്സൊക്കെ അയച്ചു തരാറുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് ഒരുപാട് എന്താ പറയുക, അബ്രോഡുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് സൗദി ദുബായ് ഒക്കെ, ഓൾക്കൊക്കെ ജോബ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് റിലീഫാണ്. ഫാമിലി ഓഡിയൻസ് കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളൊരിതുണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ചിലപ്പോൾ പോവുമായിരുന്നു. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് അത്രയും ബാഡ് ആയിക്കൊണ്ടാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ റാംബോൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ എൻ്റെ സൈഡ് പറഞ്ഞു, എനിക്ക് ഇതിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, എനിക്ക് അത് പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ മാക്കു ഇറങ്ങി, മാലിക് ഇറങ്ങി, ബിലാൽ ഇറങ്ങി, ബ്ലേക്ക് ഇറങ്ങി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പം എന്താ പറയുക, അവർ MRC എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്നുള്ളത് കണ്ട് ഇറങ്ങിയതാണ്. അപ്പം എനിക്കെന്താ വെച്ചാൽ കൂടുതൽ പറയാനല്ല ഗൈസ്. ഞാൻ YT വരാത്ത എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഷോർട്ട് സ്ട്രീമാണ്. ഷോർട്ട് സ്ട്രീം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിർത്തും. എനിക്ക് YT വന്നിട്ട് ഇതുകൊണ്ടൊന്നല്ല, നിങ്ങൾ വെറുതെ സൂപ്പർ ചാറ്റ് ഇട്ടുകൊണ്ട് കുറേ പേര് നിങ്ങളെ പല അഭിപ്രായം പറയും. അപ്പോൾ എനിക്ക് അതിനെന്താ വെച്ചാൽ അതിന് റിപ്ലൈ തരാൻ എനിക്ക് കഴിയൂല. കാരണം നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ചിന്തിക്കുക, MRC എന്നുള്ളൊരു ടാഗിന് വേണ്ടി 100% അല്ലെങ്കിൽ 110% ഇട്ട് നിന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അതിൽ എനിക്ക് ആ ഗ്യാങ്ങിനെ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റിക്കണോ അങ്ങനെയൊക്കെ ഞാൻ ഇതേപോലെ മാക്സിമം ഒരു ഔട്ട് ഞാൻ ആ ഗ്യാങ്ങിന് വേണ്ടിയാണ് ഇട്ടിക്കണ്. പക്ഷേ കറൻ്റ്ലി ഈ കുറച്ച് പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല, കട്ടായി പോയിക്കണം. അത് കുഴപ്പമില്ല. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഗൈസ്. ഒന്നാമത് എന്താ വെച്ചാൽ ഇത് തന്നെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ മെയിൻലി ഇറങ്ങുന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ഇറങ്ങിയ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. ഓരെ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ എന്തായാലും നോക്കും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും മേ ബി അതിൻ്റെ ഒരു കാര്യം കൊണ്ട് മേ ബി ഞാൻ എൻ്റെ പേഴ്സണലി ഒരു ഗ്യാങ് ചിലപ്പം തുടങ്ങിയേക്കാം ഇൻ ഫ്യൂച്ചർ. മേ ബി അതിങ്ങനെ ചാടി കയറി ഞാൻ പറയുന്നില്ല. ഞാൻ ഇത് റാംബോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റാംബോ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞതാണ് ഇതിൽ വന്ന് കളിക്കാൻ തിരിച്ചു വരാനൊക്കെ റാംബോൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് വീട്ടിൽ നിന്നും ഒക്കെ പ്രഷർ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്കത് ഇനി അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിത് റാംബോ ആണെന്നുണ്ടെങ്കിലും ഇനി വേറെയുള്ള ആൾക്കാരോടൊക്കെ ആണെന്നുണ്ടെങ്കിലും സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തത്. അപ്പം അവിടുന്ന് എന്തായാലും റാംബോ ഈ MRG എന്തായാലും ഡിസ്മാൻഡിൽ ചെയ്യൂല, മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് റാംബോ പറഞ്ഞത്. ഇങ്ങനെ ഒരു കേസിൻ്റെ പുറത്ത് റാംബോക്ക് അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ താല്പര്യമില്ല. അവരെ കണ്ട് വന്ന MRG കണ്ട് വന്ന കുറേ പേരുണ്ട്. അപ്പോൾ അത് റാംബോ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ മെയിൻ തിങ് എന്താ വെച്ചാൽ ഇതിപ്പോൾ എന്താ കട്ടായോ പിന്നെയും? അല്ല പോസായി കാണേണ്ട പോയത്. അപ്പം റാംബോ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. പക്ഷേ എനിക്കതിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തതാണ് ഗൈസ്. ഇതിൽ നിന്ന് ഞാൻ ഇനി ഇതിലില്ല, എനിക്കിത് ശരിയാവില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നതുകൊണ്ട് ഞാനായിട്ട് മാറി നിന്നതാണ്. അല്ലാതെ ആരും ഒരാളെയും കുറ്റമല്ല ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെല്ലാവരും മാക്സിമം ട്രൈ ചെയ്തിക്കണ് എന്നെ തിരിച്ച് അവിടെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് എന്നോട് സംസാരിച്ചതാണ്, പലരും സംസാരിച്ചതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇറങ്ങി. ഇനി ഒരു MRG എന്ന് പറയുന്ന പരിപാടി എനിക്ക് ഉണ്ടാവില്ല. അപ്പം കുറച്ച് പേര് ഇനി നിങ്ങൾ കാണുക എന്തായാലും മിക്കവാറും കുറച്ച് പേര് അവിടെയും കുറച്ച് പേര്, വളരെ കുറച്ച് പേരെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ ഇനി ഒന്നൊന്ന് ബിൽഡ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും മേ ബി. സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി അങ്ങനെ കൺഫേം ആക്കിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഞാൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചു പോകും. എനിക്ക് അങ്ങനെ ഇനി തിരിച്ചു പോകാൻ കഴിയൂല. എനിക്കതിന് ഭയങ്കര പ്രഷറുണ്ട്. അപ്പം അത് ഞാൻ MRG ആയിട്ട് ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂല. എനിക്ക് എൻ്റെ കൂടെ ഇറങ്ങി വന്ന ആൾക്കാരെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. MRG ഒരിക്കലും ഡിസ്മാൻഡിൽ ചെയ്യലുണ്ടാവില്ല ഗൈസ്. MRG മിക്കവാറും പേര് മാറ്റിയിട്ട് MRC എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റിയിട്ട് റാംബോ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ചാൻസ്. റാംബോ കണ്ടിന്യൂ ചെയ്യും എന്തായാലും. അവർ കണ്ടിന്യൂ ചെയ്യട്ടോ. അതെന്താ വെച്ചാൽ അത് ഞാൻ എപ്പോഴും പറയാം, ഇതിൽ എന്നെ കാണണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി ഇൻ ഫ്യൂച്ചർ ആൾസോ. കാരണം എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ഇതിൻ്റെ ഒന്നും ആക്ച്വലി ആവശ്യമില്ല. വെറും 100 ആൾക്കാർ വന്ന് കണ്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ അത് വെച്ചാണ്ട് ഈ വന്ന ആൾക്കാരെ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ കൊണ്ടുപോകും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇനി എങ്ങനെ ആവാന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് MRCയിൽ കളിക്കാൻ കഴിയൂല, അത്രേ ഉള്ളൂ. അതിൽ എൻ്റെ കൂടെ ഇറങ്ങി വന്ന കുറച്ച് പേരെ അവരെ ഡിസപ്പോയിൻ്റ് ആക്കാതെ ഞാൻ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ ഗൈസ്? ബിൽഡ് ഗ്യാങ് 2 ഡേ എന്നാ എന്താടാ അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യം? ഇത് എടുത്തോ പിടിച്ചോ വെച്ചുകൊണ്ട് തുടങ്ങേണ്ട സംഭവമൊന്നും അല്ല. നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് നടക്കാൻ പോണത് ഇനി സ്പ്ലിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഇത്ര കാലം ഒരുമിച്ച് കൂടെ നടന്ന ആൾക്കാർ ഇപ്പം എനിക്ക് ഇതിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ എന്ന് കരുതി ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? ഓൽക്ക് ഈ MRC എന്നുള്ള ടാഗിൻ്റെ അപ്പുറത്ത് ഞാനാണ് ഓൽക്ക് വലുത്. അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ എനിക്ക് കൈവിടാൻ പറ്റൂല ഗൈസ്. അത് എനിക്ക് ഓല കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പം അത് ടാഗിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. റാംബോനെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. തൊപ്പിനെ ഇഷ്ടപ്പെടാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കുറച്ച് പേര് അവിടെയും കുറച്ച് പേര് ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും പറ്റുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. അപ്പം വേറെ എന്താന്ന് വെച്ചാൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് ഗൈസ്. ഇത് അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലില്ലാതെ എനിക്ക് ഓപ്പണായിട്ട് ഒരു സത്യം പോലെ തന്നെ എനിക്ക് പറയാം.
ആരും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് അത് മാക്സിമം നോക്കിയിരുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പം പറയാൻ പറ്റും. ഇത് ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അതിൻ്റെ ഓരോ മുക്കിലും മൂലിലും ഞാനതിൽ എൻ്റെ കയ്യൊപ്പ് ഉണ്ടായിരുന്നു. ഞാനറിയാതെ അതിൻ്റെ അകത്തൊന്നും നടക്കാറില്ലായിരുന്നു. ഞാൻ വിചാരിക്കാതെ അതിൻ്റെ അകത്ത് ഒരു തേങ്ങ നടക്കൂലേന്. അങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ എല്ലാവരും ഇട്ട് പോകുന്നതിലും ഇങ്ങനത്തെ ഒരു ഗ്യാങ് ആ ഒരു ടാഗിനെ വിട്ട് പോകുന്നതിലും എനിക്ക് പേഴ്സണലി പോയാ അതെന്താടാ ഇങ്ങനെ പോകുന്നത്? ഇപ്പൊ 3-ാമത്തെ പ്രാവശ്യമല്ലേ പോണേ? ഞാനറിയാതെ അതിൻ്റെ അകത്തൊന്നും നടക്കാറില്ലായിരുന്നു. ഞാൻ വിചാരിക്കാതെ അതിൻ്റെ അകത്ത് ഒരു തേങ്ങ നടക്കൂലേന്ന് കാര്യങ്ങൾ. ഈ സിറ്റുവേഷനിൽ അങ്ങനെ എല്ലാവരും ഇട്ട് പോകുന്നതിലും പോയാ ഒന്നുമുണ്ട്. ഇത് പക്ഷെ എന്താ അറിയില്ലടാ, അത് ഇപ്പം മിഞ്ഞാന്ന് ഇന്നലെ ലൈവ് ഇട്ടിട്ടില്ല. ഇന്നലെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇന്നും ഇതിപ്പോ ഇങ്ങനെ അപ്പൊ ഇതന്നെ എനിക്ക് ഇത് പറയാനുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. ബാക്കി ഇനി എന്താ പറയുന്ന വെച്ചാല് നിങ്ങളിത് ഏത് സെൻസിലെടുക്കും? ഒരു ഡൗൺ ടൈം വന്നപ്പോൾ വിട്ടു അങ്ങനെയൊന്നും അല്ല. ഡൗൺ ടൈം എന്നുള്ളതല്ല ഗൈസ്, ഡൗൺ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്കത് എൻ്റെ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് വിടേണ്ടി വരികയാണ്. എനിക്ക് എൻ്റെ വാപ്പയാണെങ്കിലും ഉമ്മയാണെന്നുണ്ടെങ്കിലും ബാക്കി ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മാരേജ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അവിടെ നിന്നൊക്കെ എനിക്ക് ഭയങ്കര എല്ലായിടത്തുനിന്നും എനിക്ക് മൊത്തത്തിൽ സ്ട്രെസ്സാണ്. ഇവരെങ്ങനെ കൈവിട്ട് പോകുന്നതൊന്നുമല്ല, പക്ഷേ MRG എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് MRG ആയിട്ട് പോവാം. ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് വേറെ പരിപാടികളായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഷമീർ കേസ്, തൊപ്പി കേസ്, ഇതിലൊന്നും എനിക്കൊരു അഭിപ്രായമില്ല മുത്തേ. എനക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ അതിനെ പറ്റി ഒന്നും പറയൂല. ഞാൻ ആ യൂണിവേഴ്സിക്കേ കാലുകുത്തൂല, മനസ്സിലായോ? നമുക്ക് നമ്മളെ പരിപാടികൾ, നമ്മൾ ഗെയിം സ്ട്രീം നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രം ഇതാക്കിയതാണ്, തുടങ്ങിയതാണ്. ഗ്യാങ് സ്ലോട്ട് ഇല്ലല്ലോ, അതൊക്കെ നമുക്ക് നോക്കടാ. ഞാൻ ഗ്യാങ് പറഞ്ഞില്ല, ഗ്യാങ് മേ ബി ഇവർ വന്ന ആൾക്കാരെ ഒരിക്കലും കൈവിടാക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സ്ലോട്ട് ഇല്ല എന്നൊന്നും ഇല്ല, മനസ്സിലായ? സ്ലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിനും നമ്മൾ കമ്മി വരുത്തിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന് കരുതി കഴിഞ്ഞാൽ ചെയ്യും, അതിൽ മാറ്റമൊന്നുമില്ല. അത് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതേപോലെ ഇനിയും കണ്ടിന്യൂ ചെയ്യും, അതിലൊന്നും മാറ്റം വരില്ല, മനസ്സിലായില്ലേ? പിന്നെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമുക്ക് പാസ്റ്റിൽ MRGയിൽ പറ്റിയ മിസ്റ്റേക്ക്, ഇന്ത്യയിൽ പറ്റിയ മിസ്റ്റേക്കൊന്നും ഒരിക്കലും ഇവിടെ റിപ്പീറ്റ് ചെയ്യൂല. ആ മിസ്റ്റേക്കുകൾ ഇല്ലാതെ നമ്മൾ നോക്കും. ഒരിക്കലും ഒരു ഗ്യാങ്ങുകളായിട്ടും ഫ്രണ്ട്ലി ഉണ്ടാവില്ല. അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് മേ ബി ഇതിപ്പോൾ നമ്മൾ ഓൾഡ് ഗ്യാങ് ആയിരുന്നു, അപ്പം അടി പൊട്ടൂല, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ എൻ്റെ ഗ്യാങ്ങിനെ ഫസ്റ്റ് പ്രയോറിറ്റി ഇട്ട് കണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അത് ഒരു RP ആയിട്ട് മാത്രം കണ്ട് ഒരിക്കലും ഒരു പുറത്തേക്ക് ഡ്രാഗ് ആവാത്ത രീതിയിൽ അത് പുറത്ത് തന്നെ. ഇപ്പം ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂവിൽ ഒരു പക്ഷേ ഇവർ പുറത്ത് ഇത് ഇടപെട്ട് തീർത്തിരുന്നെങ്കിൽ ഇന്ന് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂവിൽ എത്തൂലായിരുന്നു. അതേപോലെ നമ്മളെ ഇടയിലൊക്കെ എന്ത് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും RPക്ക് അകത്ത് മാത്രം തീർത്ത് പുറത്ത് ഡ്രാഗ് ആവാതെ, പുറത്ത് ഇത്ര വലിയ ഇഷ്യൂസ് ഒന്നും വരാതെ തീർക്കാൻ ഞാൻ എന്തായാലും നോക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒന്നും ഇതാക്കണ്ട ഗൈസ്. എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓലെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ അയക്കുന്ന എല്ലാ പേരുകളെയും എനിക്ക് ഇതാക്കാൻ പറ്റൂല. ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. ഞാൻ ആ VCയിൽ മീറ്റിംഗ് വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, ഒരാളും എൻ്റെ കൂടെ വരണ്ട, എല്ലാവർക്കും ഇവിടെ ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങൾ കളിച്ചോ, എനിക്ക് എൻ്റെ കൂടെ ആരും വരണ്ട, ഞാൻ തുടങ്ങുമെന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കണ്ടാൽ മതി. നിങ്ങൾ ഒരാൾ ഞാൻ നിർബന്ധിച്ചിട്ടില്ല, ഒരാൾ ഞാൻ വിളിച്ചിട്ടുമില്ല, വരുത്തിയിട്ടുമില്ല. എനിക്ക് ഞാനും ഉണ്ട് ഷെയ്ക്കെന്ന് പറഞ്ഞ് കൂടെ വന്ന ആൾക്കാരെ മാത്രം എനിക്ക് ഡിസപ്പോയിൻ്റ് ആക്കാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അതിൽ ഫർദർ ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കിട്ടിയിട്ടൊക്കെ കാര്യമുള്ളൂ ഗൈസ്, അല്ലാതെ വെറുതെ ഇങ്ങനെ ഡബിൾ മൈൻഡ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പം ആരൊക്കെയുള്ളത് അതൊന്നും ഞാനങ്ങനെ എനിക്കതങ്ങനെ ഇപ്പം റിവീൽ ചെയ്യാനൊന്നും കഴിയൂല ഗൈസ്. ഒന്നാമത് അതിൽ ബിലാലുണ്ട്, മാലിക് ഉണ്ട്, പിന്നെ ബ്ലേക്ക് ഉണ്ട്, മാക്കും ഉണ്ട്. ഇത്ര എനിക്ക് കൂടുതൽ പറയാനുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം
അത് എനിക്ക് ഇവർ ഡബിൾ മൈൻഡുള്ള ആൾക്കാരെ എനിക്ക് എൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റൂല ഗൈസ്. കാരണം എന്താ വെച്ചാൽ അത് അവർക്ക് അവരെ 100% ഇട്ടുകൊണ്ട് നിൽക്കുന്നതല്ല. അത്രേ ഉള്ളൂ. അപ്പം അത് ഞാൻ തുടങ്ങുമ്പം എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരെ എടുത്തില്ല, അല്ലെങ്കിൽ അത് ഇതൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദ്യമായിട്ട് വരരുത്. എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെതായ പോലെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് നിർത്തി പോകുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ഇത് ഇങ്ങനെ ആക്കിയെടുത്തതിനുള്ള കഷ്ടപ്പാട് നിങ്ങൾ രാത്രി ലൈവ് നിന്ന് 3-4 മണിക്കൂർ കാണുന്ന റിസ്ക് നിങ്ങൾക്ക് ഉള്ളൂ. പക്ഷേ അത് ആ 4 മണിക്കൂർ കാണാൻ വേണ്ടി ബാക്കിയുള്ള 20 മണിക്കൂറും അതിൻ്റെ ബാക്കിൽ നിന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിത് ഇങ്ങനെ പകുതി വെച്ച് വിട്ടു പോകുന്നതും അതിൻ്റെ ബാക്കിൽ അത്രയും എഫേർട്ട് ഇട്ടതിലൊക്കെ എനിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. നാളെ തൊട്ട് വരേണ്ടതാണ് ഗൈസ്. നാളെ തൊട്ട് ഞാൻ നോക്കട്ടെ. നാളെ തൊട്ട് നമുക്ക് RP ആയിട്ടോ കുറച്ച് ദിവസം RP ആയിട്ടോ ഒക്കെ അങ്ങനെ പോവാം. പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് ഇതേമാതിരി ഗ്യാങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഉള്ള കുറച്ച് ആൾക്കാർ മതി, അതിൽ ഹാപ്പിനെസ് ഉണ്ട്. അല്ലാതെ ഈ വെറുതെ തെറി പറയാനും ഇടങ്ങാറാക്കാനും ചടപ്പിച്ചാനും വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ സ്ട്രീമിലേക്ക് വരരുത്. ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും നല്ല രീതിക്ക് പോകണമെന്നുണ്ട്. അപ്പം ഉസ്മാൻ ഉണ്ട് ഗൈസ്. ഉസ്മാൻ ഉണ്ട്. പക്ഷേ ഉസ്മാനെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൻ RP കയറ്റാൻ പറ്റൂല. അത് നിങ്ങൾക്ക് അറിയാലോ. ഉസ്മാൻ ഇതേപോലെ എൻ്റെ കൂടെ ഇറങ്ങിയതാണ്. ഉസ്മാനും ബ്ലേക്കും ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഉസ്മാനും ബ്ലേക്കും ഇറങ്ങിയതാണ്. പക്ഷെ ഉസ്മാനിൻ്റെ കൂടെ സിറ്റി കളിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ലൈവ് വരാം. ഇത് ജസ്റ്റ് ഒന്ന് ഇത് എൻ്റെ സ്റ്റാൻഡാണ്, MRGൻ്റെ സ്റ്റാൻഡല്ല. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം സ്റ്റാൻഡാണ്. MRG അല്ല അവിടെ വന്ന് സംസാരിച്ചത്. MRGൻ്റെ ഒരു കാര്യമല്ല സംസാരിച്ചത്. ഞാൻ ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഇറങ്ങിയവരെ ഞാൻ കൈ വിടൂല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ബ്രോ യുവർ പ്രീമിയം മണി ഈസ് ബീങ് വേസ്റ്റഡ്. പ്രാവാൻ്റെ സെർവർ അല്ലേ ബ്രോ? പ്രാവാൻ്റെ സെർവർ അല്ലേ? നമുക്ക് സംസാരിക്കാം, ഇഷ്യൂ ഇല്ല. പ്രാവൊക്കെ നമ്മളഭ്യ അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തോളാം. അതിലൊന്നും ഇഷ്യൂസ് വരില്ല. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മളെ മാറ്റിയ ഗ്യാങ് എന്തൊക്കെയാടാ ഇതിന്ന്? ഇല്ലടാ, എനിക്ക് ഓരോ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ പേര് വെച്ചുകൊണ്ട് എനിക്ക് പറയാനല്ല ഗൈസ്. ഞാൻ ഓൾറെഡി ആ VC ചെന്നപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ്. എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങുന്നത്. ഇത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല എന്നുള്ളത്. അതിൽ സങ്കടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഞാൻ നിസ്സഹായനാണ് ഇതിൽ. പിന്നെ ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇനി ഞാൻ അതിൽ കളിക്കേണ്ടി വന്നാൽ തന്നെ ഒരിക്കലും ഞാൻ അതിൽ 100% ഇട്ട് കളിക്കൂല ഗൈസ്. എനിക്ക് ആ ഗ്യാങ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയൂല. പിന്നെ ഞാൻ അതിൽ കയറിയിട്ട് ഉള്ള പീസ്ഫുള്ളായിട്ട് പോകണ ഒരു സ്ഥലത്ത് ഞാൻ കയറിയിട്ട് എന്തിനാണ് കൊളാക്കണത്? അങ്ങനെ ഡബിൾ ആ ഒരു മൈൻഡ് ഫക്കായിട്ട് ആരും കളിക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. അവർ നന്നായി കളിക്കുന്നവരെ നന്നായിട്ട് കളിക്കട്ടെ. അതിൽ കൂടെ വന്നവരെ കൂട്ടിയിട്ട് നമുക്കിത് തുടങ്ങാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നന്നാക്കാൻ പറ്റുമോ നോക്കാം. അത്രേ പറയുന്നുള്ളൂ. അതിൽ ഇനി ഫർദർ ഒന്നും പറയാല്ല ഗൈസ്. സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയുന്നുള്ളൂ. കൂടെ നിൽക്കാൻ പറ്റുന്നവർ, അതിപ്പം അവർ ഇനി ലൈവ് വന്നാലും പറ്റുന്നവരൊക്കെ അവരെയും സപ്പോർട്ട് ചെയ്യുക. വേറെന്താ? കോൾ റാവുത്തറോ? എന്തിന് റാവുത്തർ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുന്നല്ലോ. എന്തിനാ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി വെച്ചിട്ട്? ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസണും ഇതിൻ്റെ എന്താ പറയുക, MRGൻ്റെ അപ്ഡേറ്റ് പറയാനല്ല. ഞാൻ എൻ്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. MRGൻ്റെ അപ്ഡേറ്റ് ഇനി റാംബോ തരും. കാരണം ഓൾറെഡി ഞാൻ മാക്കോ ഇറങ്ങി. MRG എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത് റാംബോ തരും. എനിക്കത്രേ പറയാനുള്ളൂ. നെയിം ചേഞ്ച് ആക്കിയിട്ട് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റെപ്ലിക്ക എടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ വെക്കാൻ താല്പര്യമില്ല. അതിന് എൻ്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പം എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. നിങ്ങളത് മനസ്സിലാക്ക്. എൻ്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം ഓൾറെഡി നിയാദ് ഒരു വട്ടം ലീഡറായി, പിന്നെ ഷമീർ ലീഡറായി, റാംബോ ലീഡറായി, ഇങ്ങേക്ക് 4ാമതൊരു ലീഡർ എന്ന് പോലെ. അത് നെയിം ചേഞ്ച് ചെയ്ത് ഇനി പുതിയതാക്കിയാലോ അത് അതിൻ്റെ
ഒരു കംപ്ലീറ്റ് റെപ്ലിക്കയായി മാറും. എനിക്കതിന് താല്പര്യമില്ല. അത് എനിക്കതിലൊരു ഹാപ്പിനെസ് കിട്ടൂല ഗൈസ്. അതാണ് അതിൻ്റെ സത്യം. ഞാനത് ബാക്കിയുള്ളവരെ കൈ വിടുന്നതോ അല്ലെങ്കിൽ ഇതാക്കണതോ ഒന്നുമല്ല. അത് ഒരുമാതിരി അതൊരു ഒരു ഒരു നെഗ് പരിപാടിയാണ്. അത് എത്ര തന്നെയാണെന്നുണ്ടെങ്കിലും അത് സിറ്റിക്കകത്ത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഭയങ്കര അഫക്റ്റിങ് ഉണ്ടാവും അത്. എനിക്ക് അതിനോട് പേഴ്സണലി അതിന് താല്പര്യമില്ല. അല്ലാതെ ആരടുത്തും ഒരു ഹെയ്റ്റോ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ എനിക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റേതായിട്ട് മാത്രമേ സെപ്പറേറ്റ് തുടങ്ങിയ തലവേദന അല്ല. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല, മനസ്സിലായോ? അതുകൊണ്ട് മാത്രം ഇറങ്ങുന്നതാ. ഗ്യാങ് നെയിമോ അങ്ങനത്തെ പേരൊന്നും ഞാൻ ആ പുതിയ ഗ്യാങ് തുടങ്ങാൻ വേണ്ടി ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പേര് റെഡിയാക്കിയിട്ട് വന്ന് പറയണമെന്നല്ല. നിങ്ങൾക്കറിയാലോ, ഇതിപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവത്തിൻ്റെ പേരിൽ ഇപ്പം ഭയങ്കര വൾഗറായിങ്ങാണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് വീട്ടിൽ നിന്നും ഇതിൽ നിന്നൊക്കെ അത്രയും പ്രഷറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കൈ വിടണതാ. പിന്നെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഒരു വട്ടം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആര് കൺവിൻസ് ചെയ്താലും ഞാനതിന് മാറൂല. അത് ഞാൻ അങ്ങനെയാണ്. ഞാനൊരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതാ. അതുകൊണ്ടാണ് ക്വാർട്ടറും ഇവലൊന്നും ഇന്ന് കളിക്കാത്തത് ഇതിൻ്റെ അകത്ത്, മനസ്സിലായോ? അത് ഇവരോട് ചോദിച്ചു, അതിൽ ഞാൻ ഒരു തീരുമാനം എടുത്തു. പിന്നെ അതിൽ മാറ്റമല്ല. അത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞാലും ഞാനത് മാറൂല. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. ആ ഒരു തീരുമാനം ഞാൻ എടുത്തതാണ്, ഇനി അതിൽ കയറി കളിക്കൂല എന്നുള്ളത്. അത്രേ ഉള്ളൂ. മാക്ക് ഉണ്ടാവുമോ ചോദിച്ചാൽ മാക്ക് ഉണ്ടാവും. കറൻ്റ്ലി ഉണ്ടാവും. ഇനി തിരിച്ച് കൺവിൻസ്ഡ് ആയി അങ്ങോട്ട് പോകുമെന്നറിയില്ല. കൺവിൻസ്ഡ് അല്ല, എന്തെങ്കിലും ഫീൽ ബാഡൊക്കെ അടിച്ച് തിരിച്ച് അങ്ങോട്ട് പോയാൽ ഓന് പോവും. അത്രേ ഉള്ളൂ. എനിക്കതിൽ ബാക്കി എനിക്കൊന്നും അറിയില്ല ഗൈസ്. എനിക്ക് അത്രേ അറിയുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോ. ഇനി പിന്നെന്താ വെച്ചാൽ ഇനി നാളെ ഒരു എക്സ്പ്ലനേഷൻ ലൈവോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. എനിക്ക് ചോറ് കഴിച്ചാൻ പോകണം. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഹബീബി ബ്രോ, താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്കറിയാം DMs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തേ എത്ര DM അറിയാം ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് അത്രയും DMs ഉണ്ട്. MRG GTA ഇപ്പോൾ എടുത്ത മെസ്സേജ് അയച്ചാൽ പ്ലീസ് നോ ഡിസ്മാൻഡിൽ MRG GTA ഗ്യാങ്. ഇല്ലടാ, നമ്മൾ GTA MRG ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല. റാംബോ കണ്ടിന്യൂ ചെയ്യും. റാംബോ അത് ഏതെങ്കിലും ഒരു രീതിക്ക് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ എനിക്ക് അതിൽ ഇനി കളിക്കാൻ പറ്റില്ല. അത്ര എൻ്റെ സ്റ്റാൻഡാ. അത് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റേതായ രീതിക്ക് ഞാൻ വേറെ എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ തുടങ്ങും. അത്രേ ഉള്ളൂ. RP നാളെ തൊട്ട് തുടങ്ങാം ഗൈസ്. മൈൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റന്നാൾ തൊട്ട് നമുക്ക് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിൻ്റെ പേര് ചോദിക്കണ്ട. CK മാരി, മറ്റേ മാരി, ചാർലി, പ്രണവ്, ഇവരെ പറ്റിയൊന്നും എനിക്ക് ചോദിക്കണ്ട. എനിക്ക് ഇവരത്ത് ഒന്നും പറയാല്ല. ഇൻഡിവിജ്വലി ഒരാളെ പേരും എനിക്ക് പറയാല്ല. ഈഗിൾ ലൈവിൽ പറഞ്ഞു MRG ഓണേഴ്സ് ഇതിൽ ആക്ഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അതറിയില്ല ബ്രോ. ഈഗിളിനോട് ഞാൻ സംസാരിച്ചപ്പം ഇങ്ങനത്തെ പേര് മാറ്റുന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ആക്ഷൻസിനെ പറ്റിയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. തൊപ്പിയെ മീറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. തൊപ്പിയെ ഞാൻ അന്വേഷണം എന്താക്കിയിട്ടില്ല. കറണ്ട് പോയടാ റോയിലെ? ഇതെന്താ അതിൻ്റെ ഇടയ്ക്ക് റീട്രെയിൻ ആവും എന്ന് പറഞ്ഞു വന്ന്? MRGയുടെ ഡൗൺ ടൈമിലല്ലേ ഇറങ്ങണമെന്നോ ബ്രോ? ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ്റെ റീസൺ, ഇറങ്ങാനുള്ളതിൻ്റെ റീസണാണ് പറഞ്ഞത്. MRG ആക്കിയതിൽ എനിക്ക് നല്ലൊരു പങ്കുണ്ട് ബ്രോ. അപ്പം ഞാനത് വിടണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് എത്രത്തോളം അത് എൻ്റെ ലൈഫിൽ എഫക്റ്റ് ചെയ്യണോണ്ടാണ് എന്നുള്ളത് മാത്രം നീയൊക്കെ ആലോചിച്ചാൽ മതി. ഒരിക്കലും ആ ഗ്യാങ്ങിനെ ഞാൻ കൈവിടൂലായിരുന്നു. പക്ഷേ എനിക്കത് അത്രയും എഫക്റ്റ് ചെയ്യണോണ്ടാണ്, അതായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാൻ പറ്റൂല എന്നുള്ള അത്രയും ഒരു സ്റ്റേജ് വന്നുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇയാൾ ഇരിക്കണ മാതിരി ഇങ്ങനെ ഇരിക്കണമെന്നോ? കഴിയൂല ബ്രോ, അത്രേ ഉള്ളൂ. എനിക്ക് കഴിയാത്തൊരു സാധനം. ജാസി മണി കൊടുത്തു ഗൈസ് ഓൾറെഡി. ഞാൻ ജാസി മണി പറഞ്ഞ സ്പാം വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. ജാസി മണി ഓൾറെഡി ഫുൾ ഓന് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ കയറിയ 88,000 കാണിച്ചു തരാം.
എൻ്റെ അക്കൗണ്ടിൽ കയറിയ മാത്രം പൈസ തന്നെ. എൻ്റെ മൊത്തം അക്കൗണ്ടിൽ കയറിയത് ഇതാ 88,975 രൂപയാണ്. എൻ്റെ എല്ലാ അക്കൗണ്ടിലും പാടെ. അശ്വിൻ ചേട്ടൻ 75,000 തന്നീനു. പിന്നെ അതേപോലെ കുറേ പേര് തന്നതടക്കം മൊത്തം 88,975. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഫുള്ള് റാംബോക്ക് ഹാൻഡ് ഓവർ ചെയ്തിക്കണേ. റാംബോ ഇന്നവിടെ വീട്ടിൽ പോയപ്പോൾ എല്ലാം ഓൽക്ക് കൊടുത്തും ചെയ്തിന്. അപ്പം ഈഗിൾ എന്താ പറഞ്ഞ, ഈഗിൾ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. നമ്മളെ ഇടയിലുള്ള ഞാൻ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഈഗിൾ ചുമ്മാ ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. എനിക്കിങ്ങനെ ഇറങ്ങിയെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പം ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഡബിൾ മൈൻഡൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് പുള്ളിൻ്റെ ഒന്ന് വിളിച്ചാണ്ട് ഇതാക്കിയതാ. സജഷൻസ് ഒക്കെ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ തീരുമാനം എടുത്തൊന്നല്ല കേട്ടോ. ഞാൻ എനിക്ക് എൻ്റെ അത്രയും പേഴ്സണൽ ലൈഫിൽ എഫക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇറങ്ങിയതാ. റാംബോ കൊടുക്കുമെന്നോ? പിന്നെ റാംബോ കൊടുക്കാതെ അത്രയും ആൾക്കാരല്ലടാ പോയത്. മാരി, ചാപ്സ്, നിങ്ങൾ അങ്ങനെ ഇതൊന്നും കാണണ്ട കഴിച്ചു. ഇപ്പം നടക്കുന്ന കോൺട്രവേഴ്സി വെച്ചിട്ടൊന്നും നിങ്ങൾ ഒന്നും ആരും വിലയിരുത്തണ്ട, മനസ്സിലായോ? ഇനി ഗ്യാങ് സ്ലോട്ട് ഉണ്ടോന്നോ എനിക്കറിയില്ലടാ, നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ MRC അപ്ഡേറ്റിന് വേണ്ടി ഇനി എൻ്റെ അടുത്ത് വരല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. MRCൻ്റെ അപ്ഡേറ്റ് ഇനി റാംബോ തരും. ഞാനെന്തായാലും അതിലില്ല. എന്നെ സപ്പോർട്ട് ചെയ്യണ, എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം എൻ്റെ ലൈവ് കണ്ടാൽ മതി, അത്രേ പറയണുള്ളൂ ഗൈസ്. കൂടുതലൊന്നും എന്തെങ്കിലും പറയണ്ടോ? വേറെ ഒന്നും പറയാലല്ലോ. VC DC ഒന്നും റിയാക്ട് ചെയ്യാൻ കഴിയൂല ബ്രോ. അങ്ങനത്തെ ഒരു മെൻ്റൽ ഹെൽത്തിലൊന്നും അല്ല ഞാൻ, മനസ്സിലായി? അങ്ങനത്തെ ഒരു മൈൻഡിലൊന്നും അല്ല. നമ്മ ഒട്ടും ഓക്കെ അല്ല. പിന്നെ ഇതെന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് എന്നെ കാണുന്ന കരുതിയാണ്ട് ആഗ്രഹിച്ച് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓൽക്കൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓലെടുത്ത് കാര്യം പറയണമെന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ ഒന്നല്ലടാ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ ഒന്നല്ലത്. അത് MRC എന്തായാലും MRC ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഇറങ്ങുകയാണ്, ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് പോകണം. ഞാൻ ശരിക്കും ന്യൂ ഗ്യാങ് പോകുമ്പോൾ പയ്യെ നോക്കിയെടുത്താൽ മതി, വലിച്ചു വാരി എടുക്കരുത് ബ്രോ. നമുക്ക് പാസ്റ്റിൽ പറ്റിയ മിസ്റ്റേക്ക് ഇനി റിപ്പീറ്റ് ചെയ്യൂല, മനസ്സിലായ? ഒറ്റ സ്റ്റാൻഡ്, ഒരു വർത്താനം, അതിൽ ഇനി മാറ്റമൊന്നുമില്ല. പാസ്റ്റിൽ പറ്റിയ മിസ്റ്റേക്ക് ഇനി റിപ്പീറ്റ് ചെയ്യൂല, അത്രേ പറയുന്നുള്ളൂ. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പോവാണ്. വേറെ ഒന്നും കാണാനില്ല. എല്ലാവരും ടി വി കയറും അടാ. അപ്പം എൻ്റെ ബാക്കിൽ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവരെ ഞാൻ കൈവിടൂല എന്ന് പറഞ്ഞാൽ ഉമ്മമാരെയൊക്കെ പാടെ കൂട്ടിയിട്ട് ഞാൻ TV പോവേ. TV എന്താ സ്ലോട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. അല്ല അവിടെ അല്ലേലേ സ്ലോട്ടില്ല, ഇഷ്ടം പോലെ പ്ലേയേഴ്സാണ് അവിടെ.